നമസ്കാരം. ഇറാൻ നോർത്ത് കൊറിയ ബന്ധം പുതിയൊരു സൈനിക തലത്തിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം കിം ജോങ് ഉൻ ഇറാനിൽ നോർത്ത് കൊറിയ സൈനിക സഹായം നൽകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകം ഭയപ്പാടോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണിത്. രാഷ്ട്രീയപരമായി കിം ജോങ് ഉൻ കടുത്ത ആരോപണങ്ങൾ പലകുറി വിധേയനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും സൈനികപരമായും ആയുധപരമായും വലിയ ശക്തിയാണ് കൊറിയ എങ്കിലും യുദ്ധത്തിൽ കൊറിയ നേരിട്ട് പങ്കെടുക്കുന്ന സാഹചര്യം വിരളമാണ്. എന്നാൽ കൊറിയ യുദ്ധത്തിൽ പങ്കാളിയാകുന്നത് തീക്കളിയാണ് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇറാനിൽ പല നോർത്ത് കൊറിയക്കാർ താമസിക്കുന്നതും സൈനിക ഇടപെടൽ കൊറിയൻ ജനതയെ പ്രതികൂലമായി ബാധിക്കാനും ഇടയുണ്ടെന്നതിനാൽ കിം ജോങ് ഉൻ നേരിട്ട പ്രശ്നത്തിൽ ഇടപെടാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് എന്നതാണ് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. നോർത്ത് കൊറിയയുടെ സൈനിക പരിശീലനവും റോക്കറ്റ് ആൻഡ് ഫ്ലൈയിങ് കഴിവുകളും ഇറാനിൽ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ പ്രാദേശിക സൈനിക ശക്തി വേഗത്തിൽ വർദ്ധിക്കുകയും മിഡിൽ ഈസ്റ്റ് മുതൽ തെക്കൻ ഏഷ്യ വരെ സൈനിക സമന്വയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചെറിയൊരു സൈനിക ഇടപെടലും വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധി സൃഷ്ടിക്കാവുന്നതാണ്. കാരണം ഈ മേഖലയിൽ നിലവിലുള്ള രാഷ്ട്രീയ സൈനിക ഭേദങ്ങൾ വളരെ സൂക്ഷ്മമാണ്. അന്താരാഷ്ട്ര പ്രതികരണ സാധ്യതകൾ നിരവധി തരത്തിലാണ്. ആദ്യം ഇസ്രയേൽ, US, സൗദി അറേബ്യ തുടങ്ങിയ പ്രധാന ശക്തികൾ സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. രണ്ടാമതായി ആഗോള സാമ്പത്തിക മേഖലയിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എണ്ണവില, വിതരണ ശൃംഖലകൾ, അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ എല്ലാത്തിനെയും ഇത് സാരമായി ബാധിക്കും. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും സാമ്പത്തിക ബഹിഷ്കരണങ്ങൾ, നയപരമായ തടസ്സങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഈ സംഘർഷത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭാവിയിൽ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സിവിൽ ജനങ്ങൾക്ക് വലിയ നഷ്ടം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. സൈനിക പ്രയോഗം, ഭീഷണിപ്പെടുത്തൽ പ്രസ്താവനകൾ, പ്രതിരോധ നടപടികളെല്ലാം ഒന്നിച്ച് പ്രദേശത്തെ സുരക്ഷാ പ്രതിസന്ധി വേഗത്തിൽ ഉയർത്തും. സാങ്കേതിക റോക്കറ്റ് പരിശീലനവും നോർത്ത് കൊറിയൻ സൈനികരുടെ സാന്നിധ്യവും സ്ഥലത്തെ പൊതുസുരക്ഷയിലും രാഷ്ട്രീയ സമന്വയത്തിലും വലിയ മാറ്റം വരുത്തും. ഇറാൻ നോർത്ത് കൊറിയ സംയുക്ത സൈനിക നീക്കം ലോകാരോഗ്യ, സാമ്പത്തിക, സൈനിക മേഖലയിലെ പ്രത്യാഘാതങ്ങൾ മൂലം ആഗോളതലത്തിൽ ആശങ്ക ഉയർത്തുന്നു. രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള നിഷ്പക്ഷ രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുകയും സജീവമായി ഇടപെടുകയും ചെയ്യേണ്ട സാഹചര്യം ഇതോടെ ഉയർന്നിരിക്കുകയാണ്. സൈനിക നീക്കം ഏർപ്പെടുത്തുന്നതിന് മുൻപ് അന്താരാഷ്ട്ര ചർച്ചകൾ, ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ, പ്രാദേശിക രാജ്യങ്ങളുടെ സന്നദ്ധ പങ്കാളിത്തം എല്ലാം അത്യാവശ്യമാണ്. ഈ നടപടി വൈകിയാൽ ഭാവിയിലെ സൈനിക സംഘർഷ സാധ്യതയും വ്യാപകമായ സാമ്പത്തിക സുരക്ഷാ പ്രത്യാഘാതങ്ങളും ശക്തമാകുമെന്നും കണക്കാക്കാം. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന സൈനിക രാഷ്ട്രീയ നീക്കങ്ങൾ ആഗോളതലത്തിൽ സുരക്ഷാ സമതുലനം വേഗത്തിൽ ഭേദഗതി ചെയ്യാൻ ഇടയുണ്ടാക്കും. ചെറിയൊരു സൈനിക ഇടപെടൽ പോലും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിലയിലും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നത് നിർണായകമാണ്. അതിനാൽ അന്താരാഷ്ട്ര സമൂഹം സജീവ നിരീക്ഷണവും മുൻകരുതലും സ്വീകരിക്കേണ്ട സമയമാണ്.